ഓൾ വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുക്കാനും പിന്നെ കുഞ്ഞു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് വ്ളോഗ് കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോഴിക്കോടുള്ള SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു, അതുപോലെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മാക്കും പെരുന്നാൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ മഴയുള്ള ദിവസമായതുകൊണ്ട് റോഡൊക്കെ ഫുൾ ബ്ലോക്കാണ്. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ചളിയും വെള്ളമൊക്കെ ആയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാട്ടോ ഞങ്ങൾ കോഴിക്കോട് എത്തിയത്. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിലെത്തി. അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ കാർ പാർക്കൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും സെനക്ക് കുറച്ച് ബുക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ മിഠായി തെരുവിലെ ഒരു ഐഡിയൽ ബുക്ക് സ്റ്റാളാണിത്. ഇവിടെ എല്ലാ തരം ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ വായിച്ച് കഴിഞ്ഞ ബുക്ക് കൊടുത്താൽ നമുക്ക് അതിന് പകരം വേറെ ബുക്കൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു ഷോപ്പാണിത്. അവർക്ക് എപ്പം പോയാലും എന്തെങ്കിലും ഒരു ബുക്ക് വാങ്ങണം അവിടുന്ന്. ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ ബുക്കൊക്കെ വാങ്ങി. അത് മാത്രമല്ല ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോൾ നല്ല മഴയും പെയ്യുന്നു. അപ്പം മഴ തോർന്നിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന്. മിഠായി തെരുവിലെ കഷ്കയിലാണ് ആദ്യം തന്നെ പോയത് കേട്ടോ. ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ ആദ്യം പോയത്. ഉമ്മാക്കൊരു ചുരിദാർ വേണമായിരുന്നു, കോട്ടൺ ടൈപ്പ്, പർദ്ദൻ്റെ അടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ കഷ്കയിൽ പോയപ്പോൾ അത്ര ഉമ്മാക്ക് കളറും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ടോപ്പ് മാളിലേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ പ്ലസ് സൈസിലൊക്കെ ആയിട്ടുള്ള നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒന്നെടുത്ത് അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെ കട്ട് പീസാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ തുണി എന്ന പറഞ്ഞ ഷോപ്പിലേക്കാണ് അടുത്ത ഞങ്ങൾ പോയത്. പിന്നെ ടോപ്പ് മാളിൽ പ്ലസ് സൈസിലൊക്കെയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. പ്ലസ് സൈസ് വേണ്ടിയവർക്കൊക്കെ ടോപ്പ് മാളിലേക്ക് പോവാം. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. പ്ലസ് സൈസ് മാത്രമല്ല എല്ലാ സൈസിലുള്ള ഒരുപാട് കോട്ടൺ ചുരിദാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മിഠായി തെരുവിൽ പെരുന്നാൾ അടുപ്പിച്ചതായതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും കാണുന്നില്ല. പക്ഷേ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് തിക്കും തിരക്കുമായിട്ട് എങ്ങനെയല്ലോ പുറത്ത് ചാടിയത് അവിടുന്ന്. പിന്നെ ഞങ്ങൾ പോയത് തുണി എന്നാണ് സ്റ്റോറിലാണ്. എനിക്ക് കുറച്ച് തുണി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് പോയാലെന്ന് വെച്ചാൽ നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ കളർ അവിടുന്ന് കിട്ടും. അത്രയും വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എല്ലാതരം ടൈപ്പ് തുണികളും പിന്നെ ഇതിന് വെക്കേണ്ട ലൈസ്, ബട്ടൺസ്, സീക്വൻസ് അതും ഉണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട് കുട്ടിക്ക് ഫ്രോക്കോ അല്ലെങ്കിൽ ചുരിദാറോ അങ്ങനത്തെ ഒക്കെ അടിക്കുമ്പോൾ ഇതെവിടെ നിന്നാണ് തുണി എടുക്കാറ് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ കോഴിക്കോട് വന്നാൽ തുണിയിൽ നിന്ന് എന്തായാലും ഒരു കട്ട് പീസ് എന്തായാലും വാങ്ങി വെക്കാറുണ്ട്. വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് കട്ട് പീസിന്. അപ്പോൾ അതൊക്കെ വാങ്ങി വെക്കാറുണ്ട്. പിന്നെ ഞാൻ വാങ്ങാറുള്ളത് കൊയിലാണ്ടിയിലുള്ള പരാഗ് എന്നാണ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സെനക്ക് കോളേജിലേക്ക് യൂണിഫോമിന് വേണ്ടിയിട്ട് തുണി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടുന്ന് തുണിയും കൂടി എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിലേക്കാണ് പോയത്. മോൾക്ക് ലാപ്ടോപ്പിൻ്റെ ഒരു ചാർജർ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഹൈലൈറ്റ് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സർപ്രൈസായ ഒരു കാര്യം ഉണ്ടായി. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടുമുട്ടി. അതാരെന്ന് വെച്ചാൽ എൻ്റെ ബഹ്റൈനിലെ ഫ്രണ്ടായ ഷെക്കിയായിരുന്നു. അവർ കണ്ണൂർ ഫാമിലിയാണ് കേട്ടോ. അവരൊന്ന് കോഴിക്കോട് എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് പ്രെയർ റൂമിലേക്കൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ ഫുഡ് കോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കണ്ടത്. അവരും പ്രതീക്ഷിച്ചില്ല ഞങ്ങളെ, ഞങ്ങളും പ്രതീക്ഷിച്ചില്ല അവരെ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു വർഷത്തിന് മേലെ ആയിട്ടോ നേരിട്ട് കണ്ടിട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ അവർക്കും. അവർ പ്രതീക്ഷിച്ചേ ഇല്ല നമ്മളിന്ന് കാണുമെന്ന്.
ഏകദേശം ഒരു 20 വർഷത്തിന് മേലെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഈ കാണലിപ്പം കുറവാണെങ്കിലും പക്ഷെ ഞങ്ങളിപ്പം കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.